ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടിയ സർക്കാർ നടപടിക്കെതിരെ പ്രതിഷേധം വ്യാപകം. തെരഞ്ഞെടുപ്പ് ഡീലെന്ന ആരോപണം ഉന്നയിച്ച് ക്രൈസ്തവ സഭകളും പ്രതിപക്ഷവും സർക്കാരിനെതിരെ രംഗത്തെത്തി. സമയമാറ്റം പ്രതിപക്ഷം കൂടി അറിഞ്ഞാണെന്ന എക്സൈസ് മന്ത്രി എം പി രാജേഷിന്റെ വാദം വി.ഡി. സതീശൻ തള്ളി. സമയമാറ്റത്തിൽ LDF-ഉം UDF-ഉം അഴിമതി നടത്തിയെന്നാണ് BJP-യുടെ ആരോപണം. ബാറുകളുടെ സമയമാറ്റം ഇന്ന് മുതലാണ് നടപ്പിലാകുക. പ്രവർത്തന സമയം രാവിലെ 10 മുതൽ രാത്രി 12 വരെയാക്കി ചട്ടം ഭേദഗതി ചെയ്തതാണ് പ്രതിപക്ഷ വിമർശനത്തിന് ഇടയാക്കിയത്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് 1000-ലധികം ബാറുകളാണ് കേരളത്തിൽ അനുവദിച്ചിരിക്കുന്നത്. എല്ലായിടത്തും റീറ്റെയിൽ ഔട്ട്ഷോപ്പാണ്. മദ്യത്തിൻ്റെ ഇത്രമാത്രമുള്ള വ്യാപനം അത് കേരളത്തെ ദോഷകരമായി ബാധിക്കും എന്നത് ഞങ്ങളുടെ കൂടി നിലപാടാണ്, ശക്തമായ നിലപാടാണ്. ഗവൺമെൻറ്റിൻ്റെ മദ്യനയം വ്യക്തതയില്ലാത്തതാണ്. അതിൽ അവർ ഓരോ സമയത്തും പരിഷ്കാരങ്ങൾ എന്ന പേരിൽ ആർക്കു വേണ്ടിയാണ് നിലപാട് സ്വീകരിക്കുന്നത് എല്ലാവർക്കും അറിയാം. ഇപ്പോഴത്തേതും തെറ്റായ സമീപനമാണ് ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത്. ബാർ സമയമാറ്റം പ്രതിപക്ഷത്തിന് നേരത്തെ അറിയാമായിരുന്നുവെന്ന് എക്സൈസ് മന്ത്രി എം പി രാജേഷ് തിരിച്ചടിച്ചു. പ്രതിപക്ഷത്തിന് ഇത് അറിയാമായിരുന്നു. പ്രതിപക്ഷത്തിന്റെ ഇക്കാര്യത്തിൽ അനുകൂല നിലപാടാണ് എന്ന് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. കൂടുതൽ ഞാൻ ഇപ്പോൾ പറയുന്നില്ല. ഭീഷണി കയ്യിൽ വെച്ചാൽ മതിയെന്ന് മന്ത്രിയോട് പ്രതിപക്ഷ നേതാവ്. അതൊക്കെ കയ്യിൽ വെച്ചാൽ ഇത് ബ്രൂവറിയിൽ എന്താ ചെയ്തത്? ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടിയെന്നത് തെറ്റായ പ്രചാരണമാണെന്നും ടൂറിസം കേന്ദ്രങ്ങളിലെ സമയക്രമം എല്ലായിടത്തും ബാധകമാക്കുകയാണ് ചെയ്തതെന്നും മന്ത്രി. ക്രൈസ്തവ സഭാ നേതാക്കൾ മദ്യനയ ഭേദഗതിയിൽ സർക്കാരിനെതിരെ രംഗത്തെത്തി. മനുഷ്യനെ ദരിദ്രമാക്കുന്ന ചുറ്റുപാടുകൾ സർക്കാർ കൂടുതൽ വിശാലമാക്കി കൊടുക്കുന്നു. അത് തീർച്ചയായിട്ടും സങ്കടകരമായ ഒരു കാര്യമാണ്. മദ്യവർജനത്തിന് വേണ്ടിയിട്ട് സർക്കാരുകൾ നിലനിൽക്കണം. അതേസമയം ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടാനുള്ള തീരുമാനം ആസൂത്രിതമെന്നാണ് വേഗത്തിലുള്ള ഫയൽ നീക്കം വ്യക്തമാക്കുന്നത്. പ്രവർത്തന സമയം കൂട്ടാനുള്ള ഉടമകളുടെ ആവശ്യത്തോട് വളരെ വേഗമാണ് സർക്കാർ പ്രതികരിച്ചത്. സെപ്റ്റംബറിൽ ആവശ്യമുന്നയിക്കുന്നു, ഒക്ടോബറിൽ ഫയൽ തുറക്കുന്നു. ഇക്കഴിഞ്ഞ ജാനുവരി 28-ന് മുഖ്യമന്ത്രി ഫയൽ വിളിച്ചുവരുത്തി അംഗീകാരം നൽകുന്നു. അങ്ങനെ ചട്ടഭേദഗതി അതിവേഗം പ്രാബല്യത്തിലാവുകയായിരുന്നു. എന്നാൽ ഫയൽ നീക്കം വേഗത്തിലല്ല എന്നാണ് മന്ത്രിയുടെ വാദം. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.